നമസ്കാരം. പലവിധ പ്രതികാരത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. മധുര പ്രതികാരം എന്ന് പറയുന്നവയുമുണ്ട്, അല്ല കുറച്ച് വീര്യമേറിയ പ്രതികാരങ്ങളുമുണ്ട്. എന്തായാലും ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതികാരത്തിന്റെ വാർത്തയാണ് ദേശീയ മാധ്യമങ്ങളിൽ നിറയുന്നത്. മറ്റൊന്നുമല്ല, തന്റെ സമ്മതമില്ലാതെ ഭർത്താവ് തന്നെ മുത്തലാഖ് ചൊല്ലി വിവാഹ ബന്ധം പിരിഞ്ഞതിനെതിരെയാണ് യുവതി അസാധാരണമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. മുത്തലാഖിനിരയായ യുവതി ഹിന്ദു മതം സ്വീകരിച്ച് ഹിന്ദു യുവാവിനെ വിവാഹം കഴിക്കുകയും തന്റെ പേര് മാറ്റുകയുമാണ് ചെയ്തിട്ടുള്ളത്. ബീഹാറിലെ പൂർണ്ണ സ്വദേശിനിയായ നസീമയാണ് മറ്റെങ്ങും കേട്ടുകേൾവില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രതികാരം ഭർത്താവിനോട് നടത്തിയിരിക്കുന്നത്. നസീമ ഇപ്പോൾ അറിയപ്പെടുന്നത് മീനാക്ഷി ശർമ്മ എന്ന പേരിലാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് നസീമ ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്നുള്ള യുവാവുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടതും പിന്നീട് ഇരുവരും പ്രണയത്തിലായതും. വിവാഹമോചിതയായ മുസ്ലിം യുവതി ഇപ്പോൾ സനാതന ധർമ്മം സ്വീകരിച്ച് ഹിന്ദു ആചാരപ്രകാരമാണ് യുവാവിനെ വിവാഹം കഴിച്ചിരിക്കുന്നത്. മനോജ് ശർമ്മ എന്ന ആളെയാണ് ഇവർ വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മതം മാറണം എന്നുള്ള ആവശ്യവുമായി ജില്ലാ ഭരണകൂടത്തിന് ഇവർ കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ആഗ്ര സ്വദേശിയായിരുന്നു ഈ യുവതി വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ദേശീയ മാധ്യമങ്ങൾ വരെ ഇപ്പോൾ മീനാക്ഷി എന്ന ഈ നസീമയുടെ പ്രതികാരം വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ മുത്തലാഖ് ചൊല്ലി അല്ലെങ്കിൽ മൊഴി ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീകൾക്കൊരു ജീവിതമില്ല. അവർ എപ്പോഴും പഴയ ഭർത്താവിനെ ഓർത്ത് കണ്ണീരോടുകൂടി ജീവിക്കണം, അല്ലെങ്കിൽ അവർക്ക് വലിയ നരക തുല്യമായ ഒരു ജീവിതമായിരിക്കും മുന്നിലുള്ളത് എന്നൊക്കെയാണ് നമ്മുടെ എഴുത്തുകളും സിനിമകളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ മുന്നോട്ട് തന്നെയാണ് നടക്കുന്നത്. പ്രതികാരമാണെങ്കിലും അല്ലെങ്കിലും ഒരു പുതിയ ജീവിതം കണ്ടെത്താനുള്ള ധൈര്യം അവർക്കുണ്ട്. പ്രത്യേകിച്ചും മതം മാറ്റം ഉൾപ്പെടെ നടത്തി ഒരു പുതിയ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് അസാമാന്യമായ ധൈര്യം ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം, ഉത്തരേന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വലിയ രീതിയിലുള്ള വാർത്തയാവാറുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ നസീമയുടെ വാർത്തയും മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.